ലോകം ഉറ്റുനോക്കുന്നത് നാം ആരുടെ ഒപ്പം നിൽക്കണം? അമേരിക്ക ഇസ്രായേൽ പക്ഷത്ത് ഒപ്പം നിൽക്കണോ അതോ ഇറാനോടൊപ്പം നിൽക്കണോ? നാം ചിന്തിക്കേണ്ടത് ഈ മഹായുദ്ധം ആരംഭിച്ചത് ആർക്ക് വേണ്ടി എന്നുള്ളത് പറയേണ്ടതുണ്ട്. ഇറാനെതിരെ ഒരു ആക്രമണം നടത്തുമ്പോൾ അമേരിക്കയും ഇസ്രായേലും പറയുന്നത് അവർ അണുവായുധം ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞാണ് ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും ആക്രമണം ആരംഭിക്കുന്നത്. ഇതിനു മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഇതേ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അമേരിക്ക ഇറാഖിനെ ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അന്ന് സദാം ഹുസൈൻ എന്ന് പറയുന്ന അവിടുത്തെ നേതാവിനെ വധിക്കുകയും ചെയ്തു. അന്ന് പറഞ്ഞത് അവരുടെ കൈവശം അണുവായുധമുണ്ട്, നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇറാഖിനെ ആക്രമിക്കുന്നത് എന്നാണ് അന്ന് അമേരിക്ക ഈ ലോകത്തോട് പറഞ്ഞത്. എന്നാൽ നാം പിന്നീട് കണ്ടത് ആക്രമിക്കപ്പെട്ടതിന് ശേഷം ഇറാഖിൽ നിന്ന് ഒരു അണുവായുധവും കണ്ടുപിടിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. ഇതൊക്കെ നിൽക്കുമ്പോഴും അടുത്ത ഒരു ആയുധം എന്ന രീതിയിൽ വീണ്ടും ഇസ്രായേൽ അമേരിക്ക അച്ചുതണ്ട് ഇറാനെതിരെ ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ്. അവരും ഇതേ വിഷയം, ഇതേ ആവശ്യങ്ങളാണ് ഉയർത്തിക്കൊണ്ടാണ് അമേരിക്ക മുന്നോട്ട് പോകുന്നത്. എനിക്ക് ഇറാനോടൊരു പക്ഷവുമില്ല, അമേരിക്ക ഇസ്രായേലിനോട് ഒരു പക്ഷം തോന്നുന്നില്ല. പക്ഷെ എൻ്റെ മനസ്സ് പറയുന്നത് ഇറാൻ വിജയിക്കണം എന്നുള്ളതാണ്. ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടല്ല, അല്ലെങ്കിൽ മുസ്ലിമിനോട് സ്നേഹമുള്ളത് കൊണ്ടല്ല. ഒരു രാജ്യത്തിനെതിരെ അധിനിവേശം നടത്തുന്ന അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ വലിയ തോതിൽ ഒരു എതിർപ്പുണ്ടായില്ല എങ്കിൽ നാളുകളിൽ നമ്മുടെ രാജ്യത്തെയും ഇന്ത്യയും ആക്രമിക്കാം ഈ രാജ്യങ്ങൾ. അല്ലെങ്കിൽ എന്ത് സുരക്ഷിതത്വമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്? അവർക്ക് ഇഷ്ടമില്ലാത്തിടത്തെല്ലാം, അല്ലെങ്കിൽ അവരുടെ വ്യവസായ കണ്ണ്, അവരുടെ കച്ചവട കണ്ണ് എവിടെ എത്തുന്നു അവിടെയെല്ലാം അവർ യുദ്ധം പ്രഖ്യാപിക്കുന്നുണ്ട് എന്നുള്ളത് ഈ ലോകം തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ ഈ സാമ്രാജ്യത്വ ശക്തികൾ നമ്മുടെ നാട്ടിലും ഇങ്ങടുത്തും എത്തുമെന്നുള്ളത് കാര്യം നമ്മൾ തിരിച്ചറിയണം. നാം ഒരു കാലഘട്ടത്തിൽ നമ്മളെ ആക്രമിക്കുന്ന പാകിസ്ഥാനെ ആക്രമിച്ചാൽ ആ കാരണം പറഞ്ഞ് അമേരിക്കയും ഇസ്രായേലും നമ്മളെ ആക്രമിക്കില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പം നമ്മുടെ കൂടെ പതുക്കെ ഇന്ത്യയോടൊപ്പമാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ശ്രമിക്കുമ്പോഴും നമ്മുടെ ഇന്ത്യൻ ജനങ്ങളിടയിൽ രണ്ട് പക്ഷമുണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യ ഭരിക്കുന്ന നേതാക്കന്മാർക്കും അത് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. കേരളത്തിൽ വരുമ്പോഴും ഇന്ത്യയിലുമൊക്കെ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ഒരു സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചതെങ്കിൽ ഇന്ന് അതിൽ നിന്നെല്ലാം മാറി ഇസ്രായേലിനോടും അമേരിക്കയോടും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരു ആശയഗതിയിലേക്ക് നമ്മുടെ രാജ്യം പോയിട്ടുണ്ട്. ഇത് വലിയൊരു ആപത്താണ്. എന്തിനു വേണ്ടി ഇറാനെ ആക്രമിക്കുന്നു എന്നുള്ളത് കൃത്യമായി ഇന്നും അവർക്ക് പറയാൻ കഴിയുന്നില്ല. ഇറാൻ ആരെ ആക്രമിച്ചു എന്ന് പറയാൻ കഴിയുന്നില്ല. പക്ഷേ ഇറാൻ ഇപ്പൊ സ്വന്തം അടുത്തുള്ള മറ്റ് മുസ്ലിം രാഷ്ട്രങ്ങളെ ആക്രമിക്കുന്നുണ്ട്. അതിന് കാരണം അവർ കൃത്യമായി പറയുന്നുണ്ട്, അമേരിക്കൻ താവളങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഞങ്ങൾ ആക്രമിക്കും. അവരുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. അവരുടെ പരമോന്നത നേതാവിനെ പോലും വധിക്കപ്പെട്ടിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രായേലും കൂടി കൊല ചെയ്തിരിക്കുകയാണ്. നാം തിരിച്ചറിയേണ്ടത്, നമ്മൾ നിൽക്കേണ്ടത് ഒരു മനുഷ്യന്റെ ഒപ്പം നിൽക്കാൻ നമുക്ക് കഴിയണം. എല്ലാ കാലഘട്ടവും യുദ്ധം സമ്മാനിക്കുന്നത് വൻ ദുരന്തങ്ങളും വൻ നഷ്ടങ്ങളുമായിരിക്കും. നമുക്ക് യുദ്ധം വേണ്ട എന്ന നിലപാട് നമുക്ക് സ്വീകരിക്കാൻ കഴിയണം. ലോകത്തിന് സമാധാനം ഉണ്ടാക്കാൻ നമുക്ക് ഒന്നിക്കാം.